السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أما بعد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. فاعبدوا ما شئتم من دونه قل إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة ألا ذلك هو الخسران المبين. വേദിയിലുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജില്ലാ തലവന്മാരായ അഡ്വക്കേറ്റ് പി.എ. മുഹമ്മദ് അഷ്റഫ് സാഹിബ്, അതിൻ്റെ ആദരണീയനായ സെക്രട്ടറി ഷാബിദ്, നമ്മുടെ ബഷീർ കണ്ടത്തിൽ, അതുപോലെ തന്നെ ഷാജഹാൻ മൗലവി, വേദിയിലുള്ള മറ്റെല്ലാ മാന്യ വ്യക്തികളെ, സഹോദരന്മാരെ, സഹോദരികളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ 2024 വർഷത്തിൽ, അതുപോലെ തന്നെ 2023 അവസാനവുമായി മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു ബൃഹത്തായ ഒരു ഇസ്ലാമിക പ്രോഗ്രാമാണ് ഫാമിലി കോൺഫറൻസ്. ഇതിനകം 12 സ്ഥലങ്ങളിൽ വളരെ വിജയകരമായി ഫാമിലി കോൺഫറൻസ് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇത് 13ാമത്തേതാണ്. ഇനി 3 സ്ഥലങ്ങളിൽ കൂടി മാത്രമാണ് ഫാമിലി കോൺഫറൻസ് നടക്കാനുള്ളത്. ഒന്ന് തിരുവനന്തപുരത്ത്, മറ്റൊന്ന് കോട്ടയത്ത്, മൂന്നാമത്തേത് മലപ്പുറം. റവന്യൂ ജില്ലയെ 3ആയി ഭാഗിച്ചുകൊണ്ടാണ് വിസ്ഡം പ്രവർത്തിക്കുന്നത്. അതിൽ മലപ്പുറം നോർത്ത് ജില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഫാമിലി കോൺഫറൻസ് അതിൻ്റെ സുപ്രധാനമായ ലക്ഷ്യം കൈവരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തിലെ അരക്ഷിതാവസ്ഥ എന്ന് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്രസക്തമാണെന്നും വളരെ ശക്തമായ വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ കർമ്മങ്ങളുടെയും അടിത്തറയിൽ വളരെ അന്തസ്സായി സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഇസ്ലാം മത വിശ്വാസികളെന്നും ഈ ഫാമിലി കോൺഫറൻസ് ഓരോന്നും അത് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഫാമിലി കോൺഫറൻസിൻ്റെ സംഘാടക ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, അത് സ്വീകരിച്ചിട്ടുള്ള മുദ്രാവാക്യം തന്നെയാണ് വിശ്വാസ വിശുദ്ധി, സംതൃപ്ത കുടുംബം. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ വിശ്വാസം സത്യസന്ധമായിരിക്കുക, കുറ്റമറ്റതായിരിക്കുക, അവനെ സൃഷ്ടിച്ച് പരിപാലിച്ച് പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിൻ്റെ തൃപ്തിക്കനുസരിച്ചായിരിക്കുക. അഥവാ ആരാധിക്കപ്പെടുവാനും പ്രാർത്ഥിക്കപ്പെടുവാനും ഏകനായ ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹുവാണ് സൃഷ്ടാവ്. മറ്റെല്ലാം ഈ ഭൂമിയിലുള്ളത് സൃഷ്ടികളാണ്. മനുഷ്യരും മലക്കുകളും ജിന്നുകളും ചരങ്ങളും അചരങ്ങളുമായ മുഴുവൻ വസ്തുക്കളും അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ്. അത് ഒരിക്കലും സൃഷ്ടികൾ ഒന്നിനെയും വിളിച്ച് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ പാടില്ല. അവൻ്റെ സുജൂദും അവൻ്റെ റുകൂഉം അവൻ്റെ സാഷ്ടാംഗവും അവനെ പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ.
ഇത് കേവലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അത് മാത്രം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആദർശം മാത്രമല്ല. നേരെ മറിച്ച് ഈ ഭൂമിയിൽ നിയോഗിക്കപ്പെട്ട മുഴുവൻ അമ്പിയാക്കന്മാരും പ്രവാചകന്മാരും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന് ശേഷം സഹാബ കിറാമും പിന്നീട് ആ ശ്രേണിയിൽ ഈ ആദർശം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ താബിഈകളും അതുപോലെ തന്നെ ലോകത്തിൻ്റെ അവസാനം വരെയുള്ള മുവഹിദുകളും മനുഷ്യ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഏകനായ അള്ളാഹുവാണ് നമ്മുടെ ആരാധ്യൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനായ ആരാധ്യൻ. ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ മറ്റൊന്നിനെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. ഇതാണ് മനുഷ്യപ്രകൃതിയോട് യോജിച്ചിട്ടുള്ള ആദർശം. അഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തല്ലാഹ് അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, ഇടയാളന്മാരെയോ മധ്യവർത്തികളെയോ ശുപാർശകന്മാരെയോ സ്വീകരിക്കാതെ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ നേർക്കുനേരെ ആരാധനകൾ അർപ്പിക്കുകയും അവനെ മാത്രം പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഋജുവായ ആ തൗഹീദിൻ്റെ ആദർശത്തിലേക്ക് ഇതിൻ്റെ മുഖത്തെ തിരിക്കുക. ഫിത്രത്തല്ലാഹി ലത്തി ഫതറന്നാസ അലൈഹ, മനുഷ്യരെ സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പ് ഈ പ്രകൃതിയോട് യോജിക്കുന്ന വിധമാണ്. മറ്റേതൊരർത്ഥത്തിലുള്ള വിഗ്രഹാരാധനകളെയോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ബഹുദൈവ വിശ്വാസ ചിന്താഗതികളെയോ അതൊന്നും മനുഷ്യപ്രകൃതം സ്വീകരിക്കുന്നതല്ല. ഏതെങ്കിലും ബാഹ്യശക്തികളുടെ നിർബന്ധം കൊണ്ട് അതിൽ പെട്ടുപോകുന്നു എന്നല്ലാതെ ഒരു മനുഷ്യനെ സ്വതന്ത്രമായി ചിന്തിക്കാൻ, സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ, അവൻ്റേതായ ഭാഗതയെ നിർണ്ണയിക്കാൻ അവന് അവകാശം കൊടുത്താൽ അവൻ അള്ളാഹിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ. ഈ ആദർശം ശക്തമായി സമൂഹത്തോട് പറയുവാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുമുള്ള ഒരു നല്ല അവസരമായിട്ടാണ് ഞങ്ങൾ ഈ ഫാമിലി കോൺഫറൻസിനെ കാണുന്നത്. രണ്ടാമത്തത് സംതൃപ്ത കുടുംബം എന്ന ആശയമാണ്. മനുഷ്യൻ എന്നോ ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒറ്റക്കൊരു വ്യക്തി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു നിന്നാൽ അവനെ ചെന്നായ പിടികൂടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ സംഘത്തോടൊപ്പം നിൽക്കണം, ഒരു സമൂഹത്തോടൊപ്പം നിൽക്കണം. ആ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഒരു യൂണിറ്റ് അവൻ്റെ കുടുംബമാണ്. ആ കുടുംബം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വിവാഹത്തോടുകൂടി അവൻ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നു. ആ പൈതൃകമായ വിശുദ്ധമായ വിവാഹത്തിലൂടെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒരുമിച്ച് കൂടലിലൂടെ അതിൻ്റെ അടുത്ത തലമുറ ഉണ്ടാകുന്നു. അങ്ങനെ ക്രമപ്രവൃത്തമായ വളർച്ചയിലൂടെ ആ ഒരു സാമൂഹിക പ്രക്രിയ ഇവിടെ ഇങ്ങനെ ലിയദ്റൗകും ഫീഹി, മനുഷ്യ പരമ്പര വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വിശുദ്ധമായ വിവാഹത്തെയാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത്. നേരെ മറിച്ച് അനധികൃതമായ അനാശാസ്യമായ മനുഷ്യ സമൂഹം തള്ളിക്കളഞ്ഞിട്ടുള്ള വ്യഭിചാരത്തിൻ്റെയോ സ്വയംവരത്തിൻ്റെയോ അതുപോലെയുള്ള മറ്റു വിധത്തിലുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളെയോ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം എന്നല്ല, ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ നന്മകൾ കാക്ഷിക്കുന്ന ഒരാളും നിയമപരമായ വിവാഹത്തിലൂടെ അല്ലാതെ ആണും പെണ്ണും തമ്മിൽ ഒരുമിച്ച് കൂടുന്നതിനെയും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെയും ഒന്നും ഒരാളും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും സംതൃപ്തമായ കുടുംബം എന്ന് പറഞ്ഞത് ഏറ്റവും ഉത്തമമായ തെരഞ്ഞെടുപ്പിലൂടെയാണ്. മതവും സ്വഭാവവുമുള്ള ഒരു പുരുഷൻ നിങ്ങളുടെ അടുക്കൽ വന്ന് കല്യാണം ആവശ്യപ്പെട്ടാൽ മാതാപിതാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആ മനുഷ്യനെ നിങ്ങൾ വെറുതെ വിടരുത്, അയാൾക്ക് കല്യാണം കഴിച്ച് കൊടുക്കണം. അവൻ്റെ സ്വഭാവം നല്ലതാണ്, അവൻ്റെ മതം നിങ്ങൾക്ക് തൃപ്തികരമാണ്, എന്നാൽ നിങ്ങൾ വിവാഹം കഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഭൂമിയിൽ വ്യാപകമായ നാശമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇദാ ഖതബ അലൈക്കും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു.
നിങ്ങളുടെ വീട്ടിൽ വന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് ഒരു വിവാഹം അന്വേഷിച്ചു. സ്വഭാവവും മതബോധവും നിങ്ങൾക്ക് തൃപ്തിയുള്ള ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ നിങ്ങൾ പണത്തിൻ്റെയോ പ്രതാപത്തിൻ്റെയോ ആഭിജാത്യത്തിൻ്റെയോ സാമൂഹ്യ സ്ഥാനങ്ങളുടെയോ ഏതെങ്കിലും ചില കാരണങ്ങളുടെ പേരിൽ നിങ്ങൾ അവനെ തള്ളിക്കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ വിവാഹത്തിലൂടെ ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഏറ്റവും വിശുദ്ധമായ ഒരു പ്രക്രിയ അവിടെ നടക്കാതെ പോകും. കാരണം വേറെ ഏതെങ്കിലും മാനദണ്ഡങ്ങൾ പ്രകാരം സന്ധിച്ച ഒത്തുചേർന്ന കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും ശാശ്വതമായിരിക്കില്ല. പണം പെട്ടെന്നില്ലാതെയാകും. അതോടുകൂടി പണത്തിന് വേണ്ടി നടന്ന വിവാഹം പലപ്പോഴും അത് പരാജയത്തിൽ കലാശിക്കും. സൗന്ദര്യത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടിയ വിവാഹം പലപ്പോഴും ഒരു ചെറിയ രോഗം കൊണ്ട് നഷ്ടപ്പെടുന്ന സൗന്ദര്യത്തോടെ ആ വിവാഹത്തിൻ്റെ ഭാവി വളരെ അപകടകരമായി തീരും. നേരെ മറിച്ച് ദീനെന്നും നിലനിൽക്കും. അതുപോലെ തന്നെ മനുഷ്യരെല്ലാവരും ഇഷ്ടപ്പെടുന്ന സൽസ്വഭാവവും എന്നെന്നും നിലനിൽക്കും. ആ രണ്ട് മാനദണ്ഡങ്ങൾ പ്രകാരം നിങ്ങൾ വിവാഹം നടത്തി കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും മെച്ചപ്പെട്ട വിവാഹം. അല്ലെങ്കിൽ ഒരുപാട് സർവനാശം സമൂഹത്തിൽ സംഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സർവനാശമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ പിതാവും മാതാവും അമ്മാവനും അമ്മായിയും, അതുപോലെ ആ കുടുംബത്തിലെ ഏറ്റവും വിശേഷപ്പെട്ടവരും, അതുപോലെ ആ കുടുംബത്തിലെ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഒരു സമൂഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നടത്തുന്ന വിവാഹം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഅ്ലിനു ബിൻ നിക്കാഹ്. നിങ്ങൾ വിവാഹം പരസ്യമായി ചെയ്യണം, ഒരു സമൂഹത്തിൻ്റെ അംഗീകാരത്തോടു കൂടി ചെയ്യണം. ഒരു നാട്ടിൽ ഒരു വിവാഹം നടക്കുന്നുവെങ്കിൽ ഇന്ന കുടുംബത്തിലെ ഒരു പുരുഷനും ഇന്ന കുടുംബത്തിലെ ഒരു യുവതിയും ഒരു യുവാവും തമ്മിൽ വിവാഹം നടന്നിരിക്കുന്നു എന്നത് ആ സമൂഹത്തിന് അറിയണം. കാരണം പിന്നീട് ആ വിവാഹബന്ധത്തിലുണ്ടാകുന്ന കുട്ടികൾ മേൽവിലാസമുള്ളവരാണ്, അഡ്രസ്സുള്ളവരാണ്, കുടുംബ പിൻബലമുള്ളവരാണ്, സാമൂഹികമായി സപ്പോർട്ടുള്ളവരാണ്. അല്ലാത്ത നിലയ്ക്ക് എവിടെയെങ്കിലും ഊടുവഴികളിൽ വെച്ചും അങ്ങാടികളിൽ വെച്ചും യാദൃശികമായി കണ്ടുമുട്ടുന്ന അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇവരുടെ പിന്നിലുള്ള ചരിത്രം എന്താണെന്ന് നോക്കാതെ താൽക്കാലികമായ വൈകാരിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സന്ധിക്കുന്നത് ഒരിക്കലും ശാശ്വതമായിരിക്കില്ല. അതുകൊണ്ട് സംതൃപ്തമായ കുടുംബം എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും അടിസ്ഥാനപരമായ അസ്ഥിവാരം മതവും സ്വഭാവവും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിവാഹത്തിലൂടെയാണ് നടക്കേണ്ടത്. എന്നാൽ ഇന്ന് പലയിടത്തും കുടുംബ വഴക്കുകളുടെ കുടുംബ കോടതികൾ എന്ന് പറയുന്നൊരു കോടതിയുണ്ട്. നമുക്ക് ധാരാളക്കണക്കിന് പ്രശ്നങ്ങൾ അവിടെ അനലൈസ് ചെയ്യപ്പെടുന്നു, പരിശോധിക്കപ്പെടുന്നു. നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി കുടുംബ ബന്ധങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് അവിടങ്ങളിലൊക്കെ വീടിൻ്റെയും വാശിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മറ്റെന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങളുടെയും പേരിൽ കുടുംബബന്ധം തകർന്നു പോകുന്നു. സഹോദരന്മാരെ, ഏറ്റവും ഭദ്രമായ മാനുഷിക ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഇസ്ലാം ഈ വിവാഹബന്ധങ്ങൾ പരിശുദ്ധമായി നിലനിർത്താൻ ആവശ്യമായ വിട്ടുവീഴ്ച കാണിക്കണം. നിങ്ങൾ എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സംസാരിച്ച് ശരിയാക്കണം. അന്യോന്യം രജ്ഞിപ്പുണ്ടാക്കാൻ ശ്രമിക്കണം. ഇങ്ങനെയുള്ള വലിയ സാമൂഹ്യ ബാധ്യത ഏൽപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം വിവാഹം കഴിക്കുന്ന പുരുഷനെയും അതുപോലെ തന്നെ യുവതിയെയും സമൂഹത്തെ ഏൽപ്പിക്കുന്നത്. നിങ്ങൾ അവരുടെ സപ്പോർട്ടായി നിൽക്കണം. വിവാഹം എന്ന് പറയുന്നത് അവർ രണ്ടുപേരും ആലോചിച്ചുണ്ടാക്കുന്നതല്ല, ഒരു സമൂഹം ഉണ്ടാക്കേണ്ട കാര്യമാണ്. ആങ്കിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമായിക്കും ഇൻ യകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണം, അതിൻ്റെ സാഹചര്യം ഒരുക്കണം. വിധവകളായ സ്ത്രീകൾക്ക് ഭർത്താവ് വിവാഹമോചനം ചെയ്യുകയോ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോവുകയോ ചെയ്ത കാരണത്താൽ വിധവകളായി പോകുന്ന സ്ത്രീകൾക്ക് പുനർവിവാഹത്തെക്കുറിച്ച് സമൂഹം ചിന്തിക്കണമെന്ന് പറയുന്നത്. അതുപോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടണം. വിവാഹം കഴിക്കുന്ന ആളുകൾ പണമില്ലെങ്കിൽ, സമ്പത്തില്ലാത്തവരാണെങ്കിൽ അള്ളാഹു അവൻ്റെ സമ്പത്തിൽ നിന്ന് അവർക്ക് കൊടുക്കും. അവരെ ഐശ്വര്യമുള്ളവരാക്കി തീർക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അപ്പോൾ സഹോദരന്മാരെങ്ങനെ കുടുംബത്തിൻ്റെ ഭദ്രത, അതാണ് ഈ കുടുംബ രംഗങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത്. എന്നാൽ മതത്തിനും നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിനും അതുപോലെ ധാർമ്മികതക്കും യാതൊരുവിധ പ്രാധാന്യവും കൊടുക്കാതെ ഒരാണ് ഒരു പെണ്ണ്, ഇനി ആണും പെണ്ണും തന്നെ വേണമെന്നില്ല, ആണും ആണും, അതല്ലെങ്കിൽ പെണ്ണും പെണ്ണും. നീ അങ്ങനെയല്ല, നിനക്ക് വിവാഹം തന്നെ വേണ്ടുമെങ്കിൽ ആരാണ് നിന്നെ വിവാഹത്തിന് നിർബന്ധിക്കാൻ? നീ വിഭാരിയായി കഴിഞ്ഞുകൊള്ളുക. ശാരീരികമായി നിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പ്രാഥമിക വിദ്യാലയത്തിലെ കുട്ടികളെ പഠിപ്പിക്കണമെന്നാണ് ലിബറലിസത്തിൻ്റെ വക്താക്കളായ ആളുകൾ ഇന്ന് ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്.
പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ലൈംഗിക ബന്ധം, അതിന് ഏതെല്ലാം സാഹചര്യങ്ങൾ നമ്മൾ തയ്യാറാക്കണം, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ ചെറുപ്പ സന്ദർഭത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിച്ച് അവരുദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രാപ്തമാക്കണമെന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചില ആളുകൾ ഇപ്പോൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനനുഗുണമായി ചില പ്രത്യേക പാഠ്യപദ്ധതികൾ തയ്യാറാക്കുകയും അങ്ങനെ അതിൻ്റെ പേരിൽ ഇതിന് ക്യാമ്പയിൻ നടത്തുകയും പല സ്ഥലത്തും രാഷ്ട്രീയക്കാരെയും സാമൂഹ്യ പ്രവർത്തകരെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ മുഴുവനും ഇത്തരം അരാജകത്വം വ്യാപകമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ സംഘടിപ്പിച്ചു. നമ്മളെല്ലാവരും ഇത് കണ്ടതാണ്. പക്ഷെ ഇതിൻ്റെ 1-ാം തീയതി മുതൽ വരാൻ പോകുന്ന നമ്മുടെ സാമൂഹ്യ നാശത്തിൻ്റെ ഈ കാഹളം മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. ധാരാളക്കണക്കിന് പരിപാടികൾ അത് സംഘടിപ്പിച്ചു. ഇങ്ങനെ മനുഷ്യൻ ആരോടും ബാധ്യതയില്ലാത്ത വിധം ഞാൻ എന്നെ തന്നെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തോടൊന്നും ഒരു കടപ്പാടില്ലാത്ത സ്വതന്ത്രനാണ് എന്ന ദുരുപദിഷ്ട ചിന്താഗതിക്കെതിരെ ഈ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. ധാരാളം സെമിനാറുകൾ. ഇന്ന് മലപ്പുറം ജില്ലയിലെ ചങ്കരംകുളത്ത് ഒരു ഡയലോഗ് നടക്കുന്നുണ്ട്. ആ ഡയലോഗിൻ്റെ മുഖ്യമായ വിഷയം എന്ന് പറയുന്നത് എന്താണ്? അഥവാ പരിഷ്കരിക്കാൻ സാധ്യമല്ലാത്ത മതം, അതായത് എക്കാലത്തും ഏത് സമൂഹത്തിനും ഏത് നാട്ടിലേക്കും ഏത് കാലാവസ്ഥക്കും ഏത് കാലഘട്ടത്തിനും അനുയോജ്യമായ മതമാണ് ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. കാരണം ആ ഇസ്ലാമിനെ സംവിധാനിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവാണ്. ആ മനുഷ്യൻ്റെ വിജയവും പരാജയവും അവൻ്റെ ഗുണവും അവൻ്റെ ദോഷവും ഇതെല്ലാം അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി നൽകിയിട്ടുള്ള മാർഗദർശനമാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക്. എല്ലാ ആളുകൾക്കും ഈ വഹയ്, പ്രവാചകന് മുമ്പ് പോയ അമ്പിയാക്കന്മാർക്കെല്ലാം അള്ളാഹു ഈ സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. ആ സന്ദേശം ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ അതത് കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച്, ചില ആളുകൾ പറയുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ പിന്തിരിപ്പൻ മതമാണ്, വളരെ കാടൻ മതമാണ്, തീവ്രവാദത്തിൻ്റെ മതമാണ്, അതുപോലെ തന്നെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മതമാണ്, അതുപോലെ തീവ്രവാദത്തിൻ്റെ മതമാണ്. ഇതൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന ദുരാരോപണങ്ങൾ മാത്രമാണ്. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മേഖലയിൽ ഏറ്റവും വലിയ വില കൊടുക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു നാട്ടിൽ ജീവിക്കുന്ന സമൂഹത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അവർ പരസ്പരം കഴിഞ്ഞുകൂടുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനർത്ഥം എല്ലാവരും അവരുടെ മത ആചാര വിശ്വാസങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ല. ഓരോരുത്തരും, എല്ലാ മതവിശ്വാസികളും അവരുടെ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആർക്കും അടിയറ വെക്കേണ്ടതില്ല. നേരെ മറിച്ച് അതെല്ലാം പാലിച്ചുകൊണ്ടും ആ വിശ്വാസ പ്രമാണങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ടും പരസ്പര ബഹുമാനത്തോടെ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ ഒരു മതപരമായ നമ്മുടെ ആദർശവും നമ്മൾ വലിയൊഴിക്കേണ്ടതില്ല. നേരെ മറിച്ച് അതെല്ലാം നമ്മൾ പരസ്പരം സമ്മതിച്ചു കൊടുക്കണം. എന്നിട്ട് സൗഹാർദ്ദത്തോടു കൂടി ഇവിടെ ജീവിക്കണം. കാരണം നമ്മുടെ നാട്ടിൻ്റെ ചിത്രം അതാണ്. അതിന് പകരമായി മതവിശ്വാസികളെ ഒന്നടങ്കം അധിക്ഷേപിച്ചും മതവിശ്വാസം തന്നെ പിന്തിരിപ്പിനാണെന്ന് പറഞ്ഞും തീവ്രവാദത്തിനെ പ്രേരിപ്പിക്കുന്നതാണ് മതവിശ്വാസം എന്ന് പറഞ്ഞും പ്രചണ്ഡമായ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ട് നമ്മുടെ കലാലയങ്ങളിൽ വരുന്ന ചെറുപ്പക്കാരെ മുഴുവനും അവരുടെ ചിന്തകളൊക്കെ തെറ്റിക്കുകയാണ്. നിനക്കൊരു ജീവിതമേ ഉള്ളൂ, ആ ജീവിതത്തിന് ആരും വിലപേശാൻ വരേണ്ടതില്ല, നീ സ്വതന്ത്രനാണ്, നിന്റെ ആ ജീവിതം ആർക്കും നീ വില കൊടുക്കേണ്ടതില്ല, അതുകൊണ്ട് നിനക്ക് ഏറ്റവും വിലപ്പെട്ട ജീവൻ നിൻ്റേത് മാത്രമാണ്, നിനക്കതിന് നിന്റെ പിതാവിനോടോ മാതാവിനോടോ സമൂഹത്തോട് യാതൊരു കടപ്പാടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർവതന്ത്ര സ്വതന്ത്രമായി തോന്നിവാസത്തോടുകൂടി ജീവിക്കാൻ ഇവിടെ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു തലതിരിഞ്ഞ ദുരുപദിഷ്ട ആദർശം ഇവിടെ നിലനിൽക്കുകയാണ്. അതിനെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നത്. നിരീശ്വരവാദം, അതുപോലെ തന്നെ നിർമ്മതവാദം, അതുപോലെ മറ്റെല്ലാ തരത്തിലുള്ള മനുഷ്യന് ദ്രോഹകരമായ ആശയങ്ങളും പല വിധത്തിലുള്ള സാമൂഹിക സാധ്യതകൾ ഉപയോഗിച്ച് ഇവിടെ പ്രചണ്ഡമായി പ്രചരിപ്പിക്കപ്പെടുകയാണ്. എന്നാൽ സഹോദരന്മാരെ, യുവതികളെയും യുവാക്കളെയും മനുഷ്യരെയും മുഴുവൻ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ധാർമ്മികത എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസവായു പോലെ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്.
ആരാണ് തൻ്റെ പിതാവ്, ആരാണ് തൻ്റെ മാതാവ്, ആ മാതാവിനെയും പിതാവിനെയും അവിടെ വിലയറിഞ്ഞ് ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർ വല്ല കാരണവശാലും അവരവശരും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്റെ സംരക്ഷണത്തിന് കീഴിൽ അവർ വന്നാൽ ആ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞയച്ചും തെരുവുകളിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് നീ താന്തോന്നിയായി നിന്റെ സുഖമന്വേഷിച്ചു പോകലും ഒന്നുമല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എത്ര മനോഹരമായ നിർദ്ദേശങ്ങൾ! പടച്ചവൻ മാത്രമാണ് ആരാധ്യൻ, അവനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നത് അള്ളാഹ് വിധിച്ചിരിക്കുന്നു. പിന്നെ നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും. സഹോദരന്മാരെ, ഏത് ഇത്ര ശക്തമായി മാതാപിതാക്കളുടെ കാര്യം അനുശാസിച്ച ഒരു മതം വേറെ ഏതുണ്ട്? എല്ലാ മാതാപിതാക്കളും, അതിന് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലില്ല, തൻ്റെ സന്താനങ്ങളെ സംരക്ഷിച്ച് പോറ്റി വലുതാക്കി അവർ ഒരു സ്ഥാനത്തെത്തുമ്പോൾ കറിയിലെ കരിവേപ്പില പോലെ വലിച്ചെറിയുന്ന മാതാപിതാക്കളെ അനാദരിക്കുന്ന, അവർക്ക് വേണ്ട പരിചരണങ്ങൾ കൊടുക്കാതിരിക്കുന്ന, രോഗമായാൽ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന, അത് ഒരു സമൂഹവും അംഗീകരിക്കില്ല. അതുകൊണ്ട് ഏറ്റവും ശക്തമായി ഇസ്ലാം അവരോട്, നിന്റെ അടുക്കൽ രണ്ടുപേരും അതല്ലെങ്കിൽ അതിൽ ഒരാൾ കുറച്ച് പ്രായാധിക്യം വന്ന് ശാരീരികമായ അവശതകൾ പ്രകടിപ്പിക്കുന്ന പ്രായത്തിലെത്തിയാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവർക്ക് വെറുപ്പുണ്ടാകുന്ന ഒരു വാക്ക് പോലും നീ ഉച്ചരിക്കരുത്. അനാവശ്യമായി ഇന്ന് ധാരാളക്കണക്കിന് വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ ഞങ്ങൾ വായിക്കുന്നു. അമ്മയെ അടിച്ചു കൊന്ന മകൻ, അച്ഛനെ അടിച്ചു കൊന്ന മകൻ, അതല്ലെങ്കിൽ കുടുംബ വഴക്ക് കാരണം ധാരാളക്കണക്കിന് കൊലപാതകങ്ങൾ നടക്കുന്നു. ഭാര്യയെ ചുട്ടുകൊല്ലുന്ന ഭർത്താവ്, ഭർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന ഭാര്യ, അതുപോലെ തന്നെ രാഷ്ട്രീയ കാമുകന്മാരെ സ്വീകരിച്ചുകൊണ്ട് നിയമപരമായി വിവാഹം കഴിച്ച ഭർത്താവിനെ ഒഴിവാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്ന ഭാര്യ. ഇങ്ങനെ എന്തെല്ലാം വിധത്തിലുള്ള വാർത്തകളാണ്! നിത്യവും അത്തരം വാർത്തകൾ വായിച്ച് നമുക്കൊരു പുതുമയില്ലാതെയായിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിലെ അത്തരം വാർത്തകൾ ആരുടെയും പ്രത്യേകിച്ച് ശ്രദ്ധ ആകർഷിക്കാത്ത വിധം സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു. സഹോദരന്മാരെ, നമുക്ക് അഭികാമ്യമാണോ നമ്മുടെ സമൂഹത്തിലത്? അല്ല. നേരെ മറിച്ച് നിന്റെ അടുക്കൽ പ്രായം ചെന്ന മാതാവും പിതാവും ഉണ്ടെങ്കിൽ അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. അനാവശ്യമായൊരു വാക്ക് പോലും അവരോട് പറയരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പടച്ചവനെ, എന്നെ ചെറുപ്പത്തിൽ ഇത്ര നന്നാക്കി പോറ്റി വളർത്തി എനിക്ക് പാല് തന്ന് ആഹാരം തന്ന് വസ്ത്രം തന്ന് രോഗമായി ചികിത്സിച്ച് എന്നെ പരിചരിച്ച് എന്നെ വിദ്യാലയങ്ങളിൽ കൊണ്ടുപോയി ആക്കി അധ്യാപകരോട് എൻ്റെ ഭാവിയെക്കുറിച്ച് സംസാരിച്ച് എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് ഈ രൂപത്തിൽ എന്നെ പോറ്റി വളർത്തി വലുതാക്കിയ ഒരു മനുഷ്യനാക്കിയ എൻ്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികളോട് പറയുന്നത്. ഈ ഫാമിലി കോൺഫറൻസിലൂടെ ഈ മഹനീയമായ സന്ദേശം സമൂഹത്തെ പഠിപ്പിക്കുകയും കുടുംബകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുന്ന യുവതികളെയും യുവാക്കളെയും അതുപോലെ അനുസരണക്കേട് കാണിക്കുന്ന മക്കളെയും, അതല്ല മക്കളെ അങ്ങനെ ചെയ്യരുത്, നേരെ മറിച്ച് നന്മയുടെ മാർഗത്തിലേക്ക് വരിക, അതുപോലെ ധാർമ്മികതയുടെ മാർഗത്തിലേക്ക് വരിക. നിങ്ങളുടെ ഉപ്പയും ഉമ്മയും നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരെ ബഹുമാനിക്കുക, അവരെ അനുസരിക്കുക, അവർക്ക് സേവനം ചെയ്യുക. ഇത് വളരെ പ്രകടമായി സമൂഹത്തിൻ്റെ മുമ്പിൽ ബോധവൽക്കരിക്കുന്ന ഒന്നാണ്. അതേസമയം നമ്മുടെ കുടുംബത്തിൻ്റെ പല അരാജകത്വങ്ങൾക്കും കാരണം മനുഷ്യൻ മാത്രമാണ് അവൻ്റെ സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നത്. അതായത് മനുഷ്യന് നരകവും നാഗവും പണിയുന്നവൻ മനുഷ്യൻ തന്നെയാണ് എന്ന് ഒരു കവി പറഞ്ഞതുപോലെ ഈ സമൂഹത്തിലെ മുഴുവൻ വേണ്ടാത്ത കാര്യങ്ങൾക്കും ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിൻ നാസ്, ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കിയ തികച്ചും തെറ്റായ അരക്ഷിതാവസ്ഥ കാരണമാണ് ഈ ഭൂലോകത്ത് വ്യാപകമായ നാശം എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ലഹറൽ ഫസാദ്, സർവനാശം പ്രകടമായിരിക്കുന്നു. എവിടെ? സാമ്പത്തിക രംഗത്ത്, കുടുംബരംഗത്ത്, സാമൂഹ്യ രംഗത്ത്,
കച്ചവടത്തിൽ, രാഷ്ട്രീയത്തിൽ, ഭരണരംഗത്ത് എല്ലാ തരത്തിലും കൊള്ളരുതായ്മകൾ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ച അവരുടെ തന്നെ അനർത്ഥങ്ങളാണ്, അവരുടെ കുറ്റകരമായ പ്രവർത്തനങ്ങളാണ് എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ആ കുറ്റകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതത് സന്ദർഭങ്ങളിൽ ബോധവൽക്കരിക്കണം. ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. വിശ്വാസികൾക്ക് ഓരോ സന്ദർഭങ്ങളിലും ഉത്ബോധനം കൊടുത്തുകൊണ്ടിരിക്കണം. അവരുടെ ശ്രദ്ധയിൽ നിന്ന് തെറ്റി വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നതിന് പകരം ആ നന്മയിലേക്കും ധർമ്മത്തിലേക്കും സത്യത്തിലേക്കും ന്യായത്തിലേക്കും നീതിയിലേക്കും അവരെ പിടിച്ചു നിർത്താൻ ആവശ്യമായ ഉപദേശങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അതിനാണ് ഫാമിലി കോൺഫറൻസ്. സഹോദരന്മാരെ, വലിയ സ്വീകാര്യതയാണ് ഈ ഫാമിലി കോൺഫറൻസ് സമൂഹത്തിൽ കിട്ടുന്നത്. എല്ലാ ജാതി മനുഷ്യന്മാരും ഈ സദസ്സിൽ കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നന്മകളെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. ഈ സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധ്യമാകുന്ന സോഷ്യൽ മീഡിയകളിലെല്ലാം വളരെ മാന്യന്മാരായ ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മാത്രം സാധ്യമാകുന്ന ഒരു മഹത്തായ കാര്യമാണ്. ഞങ്ങൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് ആ സദസ്സ് പിരിഞ്ഞു പോകുന്നത്. കാരണം ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത എത്രമാത്രം ന്യായത്തിൻ്റെയും നീതിയുടെയും അഭിസംബോധനങ്ങളും ഉപദേശങ്ങളുമാണ് ഞങ്ങൾക്ക് ആ സദസ്സിൽ നിന്ന് കിട്ടിയത് എന്നെല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തുന്നു. സഹോദരന്മാരെ, ഇത് മാത്രമാണ് ഞങ്ങളുടെ ചാരിതാർത്ഥ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരണം. നമ്മുടെ കുടുംബങ്ങളെ താറുമാറാക്കുന്ന ഒട്ടനേകം ദുരുപദിഷ്ട പ്രവർത്തനങ്ങളെ ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട റവന്യൂ വരുമാനമാണ് മദ്യം. പക്ഷേ ഇസ്ലാം പറഞ്ഞത് മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ നമ്മുടെ അബ്കാരി വരുമാനത്തിൻ്റെ വലിയൊരു തുക എടുത്തുകൊണ്ടാണ് നമ്മുടെ ഭരണകേന്ദ്രം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഏത് സമൂഹം ഭരിച്ചാലും, ഏത് പാർട്ടി ഭരിച്ചാലും അവരുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ഇവിടുത്തെ മദ്യമാണ്. സഹോദരന്മാരെ, ഇസ്ലാം പറഞ്ഞത് മദ്യം മഹാ അപകടമാണ്. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, എല്ലാ കുറ്റകൃത്യങ്ങളുടെയും മാതാവാണ് മദ്യം. അതുകൊണ്ട് തന്നെ അൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക വകരിഹത നിതലൈനാസ്, കുറ്റം എന്ന് പറയുന്നത് നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതും ആരും കാണാതെ ചെയ്യണമെന്ന് നീ വിചാരിക്കുന്നതും എന്തുണ്ടോ അതാണ് കുറ്റം. ഈ ഒരു നിർവചനം ഇവിടെ ആരും ഭൗതിക പ്രസ്ഥാനങ്ങളോ വേറെ ഒന്നും ഇങ്ങനെ ഒരു നിർവചനം പറയില്ല പ്രവാചകനല്ലാതെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റകൃത്യങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു നിർവചനമാണത്. കുറ്റമെന്ന് പറയുന്നത് നീ സ്വയം നിന്റെ മനസ്സ് വെറുക്കുന്നതും, ചെയ്തു കഴിഞ്ഞാൽ നിന്റെ മനസ്സിൽ തന്നെ ഒരു ചൊറിച്ചിലുണ്ടാകും. പിന്നെ ആരും കഴിയുന്നത്ര ആരും കാണാതെ ചെയ്യണം എന്നും നീ വിചാരിക്കും, അത് കുറ്റമാണ്. പക്ഷേ അതില്ലാതെയാക്കുന്നത് കള്ളാണ്, മദ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രമാദമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ വായിക്കുമ്പോൾ മദ്യലഹരിയിലാണ് അച്ഛനെ അടിച്ചു കൊന്നത്, മദ്യലഹരിയിലാണ് ബാങ്ക് കൊള്ളയടിച്ചത്, മദ്യലഹരിയിലാണ് റേപ്പ് ചെയ്തത്, മദ്യലഹരിയിലാണ് വലിയ വലിയ കള്ളക്കടത്തുകൾ നടത്തുന്നത്. ഇങ്ങനെ എല്ലാ കുറ്റങ്ങളും പലപ്പോഴും അത് ധാരാളക്കണക്കിന് മദ്യം കഴിച്ച് മനുഷ്യ ബുദ്ധി ഈ ഉള്ളിൽ നിന്ന് വരുന്ന ഈ കുറ്റബോധം ഇല്ലാതെയാക്കി അതിനെ നെക്കിക്കൊന്ന് കുറ്റവാസനയോടുകൂടി പ്രവർത്തിക്കാൻ അവന് ധൈര്യം കൊടുക്കുന്ന മദ്യമാണ്. സഹോദരന്മാരെ, പാടില്ല. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താനി ഫജ്തനിബൂഹു. കള്ള് അഥവാ മദ്യം, പ്രതിഷ്ഠകൾ, പ്രശ്നക്കോലുകൾ, ഇതെല്ലാം തന്നെ പലിശ ചൂതാട്ടം, ഈ പറഞ്ഞ 4 കാര്യങ്ങളും അത് പൈശാചികമാണ്. നിങ്ങളുടെ സമൂഹത്തെ തകർക്കാൻ മനുഷ്യരുടെ ആജന്മശത്രുവായ പിശാച് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രചോദനമാണ് മദ്യപാനത്തിനുള്ള പ്രചോദനം, ചൂതിനുള്ള പ്രചോദനം, പ്രശ്നക്കോലുകളും അതുപോലെ തന്നെ പ്രതിഷ്ഠകളും സ്ഥാപിച്ച് അവിടെയൊക്കെ കുറ്റകരമായ ആരാധനകൾ അർപ്പിക്കുവാനും ഒക്കെയുള്ള നിങ്ങളുടെ പ്രചോദനം പിശാച് നൽകുന്നതാണ്. അതിന് ഫജ്തനിബൂഹു, ഒഴിവാക്കണം. സഹോദരന്മാരെ, ഇങ്ങനെയുള്ള സാമൂഹികമായ അരാജകത്വങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനാണ് യഥാർത്ഥത്തിൽ ഈ ഫാമിലി കോൺഫറൻസ് പ്രത്യേകിച്ച് നാം സമൂഹത്തെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവാചക മാതൃക കടന്നു വരണം. നമുക്ക് ഏറ്റവും വലിയ ഒരു ജീവിതം മാതൃകയായി കാണിച്ചു കൊണ്ടാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അള്ളാഹുവിനെയും മരണാനന്തര ജീവിതത്തെയും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രവാചക ജീവിതത്തിൽ ഉത്തമമായ മാതൃകയുണ്ടെന്ന് ഖുർആൻ പറയുന്നു. ആ മാതൃക പ്രവാചകന്റെ സുന്നത്താണ്, അദ്ദേഹം ജീവിച്ചു കാണിച്ചെന്ന വഴിയാണ്. അത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം.
അദ്ദേഹം ആഹാരം കഴിച്ചത്, അദ്ദേഹം കുടുംബ ജീവിതം നയിച്ചത്, അദ്ദേഹം ഭരണചക്രം നിയന്ത്രിച്ചത്, അദ്ദേഹം നമസ്കാരത്തിൻ്റെ ഇമാമ് നിന്നത്, അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ, അദ്ദേഹത്തിൻ്റെ യുദ്ധനിയന്ത്രണങ്ങൾ, ഇങ്ങനെ നൂറുകൂട്ടം സമൂഹത്തിലെ മുഴുവൻ പ്രശ്നങ്ങളിലും പ്രവാചകൻ ഇടപെട്ട കാര്യം ഇന്ന് പരസ്യമായി രേഖപ്പെടുത്തപ്പെട്ട പ്രമാണങ്ങളിലുണ്ട്. ആ പ്രമാണങ്ങൾ നമ്മുടെ അഭീഷ്ടമനുസരിച്ച് തിരുത്താനോ ദുർവ്യാഖ്യാനിക്കാനോ പാടില്ല. പ്രമാണങ്ങളെ അതേ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങളായി സ്വീകരിക്കണം എന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ശക്തമായി പ്രതിപാദിക്കുന്നു. ആ ഒരു സന്ദേശം ഈ ഫാമിലി കോൺഫറൻസിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യങ്ങളെ സമൂഹത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് സഹോദരന്മാരെ നമ്മൾ ഈ ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. വളരെ പ്രഗത്ഭമായ പ്രസംഗങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. മഴ അല്പമൊന്ന് ബുദ്ധിമുട്ടാക്കിയാലും നിങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഒന്ന് ഇരുന്ന് ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഒന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഈ ഫാമിലി കോൺഫറൻസ്, ആലപ്പുഴ ജില്ല നേതൃത്വം കൊടുക്കുന്ന ഈ ഫാമിലി കോൺഫറൻസ് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.